വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ വെക്കുക. എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ വീഡിയോ കണ്ടുപോകുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകിച്ച് പരാതിയെ തുടർന്ന്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനാണ് ഇവിടെ പറയാൻ വന്നത് എൽ പി കുട്ടികൾക്കായി വായനാ ദിനം ക്വിസ്. വായനാ ദിനം ആരുടെ ഓർമ്മയ്ക്കാണ് ആചരിക്കുന്നത്? ഉത്തരം P.N. പണിക്കർ. വായനാ ദിനം ഏത് മാസത്തിലാണ് ആചരിക്കുന്നത്? ഉത്തരം ജൂൺ. പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തെ എന്താണ് വിളിക്കുന്നത്? ലൈബ്രറി. ഇതിൽ ആദ്യ അക്ഷരം ഏത്? ആ. 1 മുതൽ 15 വരെ എളുപ്പ ചോദ്യങ്ങളും 16 മുതൽ 30 വരെ വെല്ലുവിളിച്ചത്. കഥകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം വായനക്കാരൻ, വായനക്കാരി. ഒരു പുസ്തകത്തിൻ്റെ പുറം ഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? കവർ. അക്ഷരങ്ങൾ ചേർന്നാൽ എന്താണ് ഉണ്ടാകുന്നത്? വാക്കുകൾ ചേർന്നാണ് എന്താണ് ഉണ്ടാകുന്നത്? വാക്യം. പഠനത്തിനുള്ള ഏറ്റവും നല്ല സുഹൃത്ത് ഏതാണ്? പുസ്തകം. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? തുഞ്ചത്തെഴുത്തച്ഛൻ. പുസ്തകം വായിക്കാൻ ഉപയോഗിക്കുന്ന അവയവം ഏത്? ഉത്തരം കണ്ണ്. ഒരു വർഷത്തിൽ എത്ര മാസം ഉണ്ട്? 12. കുട്ടികൾക്കായി കഥകൾ എഴുതുന്ന ആളെ എന്താണ് വിളിക്കുന്നത്? എഴുത്തുകാരൻ. വായിക്കുമ്പോൾ നാം എന്താണ് നേടുന്നത്? അറിവ്. കേരളത്തിൽ വായനാ ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ഉത്തരം ജൂൺ 19. അങ്ങോട്ട് വെല്ലുവിളി ചോദ്യങ്ങളാണ് ഉള്ളത്. 16 മുതൽ 30 വരെ. കേരളത്തിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാന പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം P.N. പണിക്കർ. വായനാ ദിനം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1996. കുഞ്ഞുണ്ണി മാഷ് എന്ന പേരിൽ പ്രശസ്തമായ കവിയുടെ യഥാർത്ഥ പേരെന്ത്? കുഞ്ഞുണ്ണി മാഷ്. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം കുന്തലത. മലയാളത്തിൻ്റെ മഹാകവി എന്നറിയപ്പെടുന്നത് ആര്? കുമാരനാശാൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകൾ ഉള്ള ജില്ല ഏത്? തിരുവനന്തപുരം. ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? കൊൽക്കത്ത. പുസ്തകങ്ങൾ വായിക്കുന്ന ശീലം വളർത്താൻ ഏറ്റവും സഹായിക്കുന്ന സ്ഥാപനം ഏത്? ലൈബ്രറി. മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിഘണ്ടു തയ്യാറാക്കിയത് ആര്? ഉത്തരം ഹെർമണ്ട് ഗുണ്ടർട്ട്. എൻ്റെ ഗുരുനാഥൻ എന്ന കൃതി എഴുതിയത് ആര്? ഉത്തരം P.N. പണിക്കർ. ലോക പുസ്തക ദിനം ഏത് തീയതിയിലാണ്? ഉത്തരം ഏപ്രിൽ 23. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തകമേളയിലൊന്നായ അന്താരാഷ്ട്ര പുസ്തകമേള നടക്കുന്ന നഗരം ഏത്? ന്യൂഡൽഹി. 28ാമത്തെ ചോദ്യം. ഒരു നല്ല പുസ്തകം 100 സുഹൃത്തുക്കൾക്ക് തുല്യമാണ് എന്ന ആശയം എന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു? വായന. വായന മനുഷ്യൻ്റെ ഏത് കഴിവ് വർദ്ധിപ്പിക്കുന്നു? ചിന്താശേഷി. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. ഈ പ്രസിദ്ധ വാക്യം ആരുടേതാണ്? ഉത്തരം P.N. പണിക്കർ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.